ആ ഖുർആനിനെയാണ് പ്രേമപൂർവ്വം ബൂസിരി ഇമാം ചൊല്ലുന്നത്. നമുക്ക് ഖുർആൻ ഓതണം. നിത്യജീവിതത്തിൽ ഖുർആൻ ഒഴിഞ്ഞ ഒരു ദിവസവും ഉണ്ടാകരുത്. ഖുർആൻ ഓതുമ്പോൾ അതിന്റെ ആശയങ്ങൾ അറിയണം, ആലോചിക്കണം. ഖുർആനിലെ ഓരോ സൂക്തവും എടുത്ത് മുന്നിൽ വെക്കുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞത് പൂർത്തീകരിച്ചിട്ടില്ല, ഈ ആയത്ത് സഫരിയാണോ എന്നതിന്റെ അർത്ഥം ഇതിറങ്ങുമ്പോ എന്റെ ഹബീബ് യാത്രയിലായിരുന്നോ എന്നാണ്. ഈ ആയത്ത് ഹദരിയാണോ എന്നതിന്റെ അർത്ഥം ഈ ആയത്ത് ഇറങ്ങുമ്പോ എന്റെ ഹബീബ് എവിടെങ്കിലും ഇരിക്കുകയായിരുന്നോ എന്നാണ്. ഈ ആയത്ത് ലൈലിയാണോ എന്നതിന്റെ അർത്ഥം ഈ ആയത്തിറങ്ങുമ്പോ എന്റെ തങ്ങള് രാത്രിയിലായിരുന്നോ എന്നാണ്. ഈ ആയത്ത് നഹാരിയാണോ എന്നതിന്റെ അർത്ഥം എന്റെ മുത്തുനബി തങ്ങള് പകലിരിക്കുമ്പോഴാണോ ഇത് വന്നത് എന്നാണ്. അല്ല, ഈ ആയത്ത് മക്കിയാണോ എന്ന് ചോദിക്കുമ്പോ ത്യാഗപൂർണമായ ഹിജറയുടെ മുമ്പാണോ ഇതെന്നാണ് അതിന്റെ അർത്ഥം. അല്ല, ഇത് മദനിയാണോ എന്ന് ചോദിക്കുമ്പോ ആനന്ദത്തോടെ മദീനയുടെ മണ്ണിൽ നിൽക്കുമ്പോഴായിരുന്നോ എന്നാണ് അതിന്റെ ചോദ്യം. ഇതിന് നാസിഖുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഹബീബായ തങ്ങളുടെ കരുണ സ്പർശം അതിൽ എത്രയുണ്ട്, വീണ്ടും വായിക്കാനെന്നാണ് അതിന്റെ അർത്ഥം. ഈ പറയുന്നത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാകുന്നു എന്ന് എനിക്കറിയില്ല. പ്രിയമുള്ളവരെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശ്വാസോച്ഛ്വാസത്തിന്റെ കഥ പറയുന്നതാണ് ഖുർആൻ. അവിടുത്തെ വിശ്രമവും ക്ഷീണവും ആരോഗ്യവും അവിടുത്തെ സന്തോഷവും എല്ലാം പറയുന്നതാണ് ഖുർആൻ. തങ്ങൾ ബേജാറിലാണോ? വല്ലാഹു യഅസിമുക മിനന്നാസ്. തങ്ങൾ പുതച്ചു കിടക്കുകയാണോ? യാ അയ്യുഹൽ മുദ്ദസ്സിർ. തങ്ങൾ വീട്ടിലെ അരമനയുടെ ഉള്ളിലാണോ? യാ അയ്യുഹൽ മുസമ്മിൽ. തങ്ങളെ അവിടുന്ന് ബേജാറിലാണോ? ഇങ്ങനെ ഒന്ന് വായിക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ ദിനരാത്രങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ട് ചോദിക്കൂ, തങ്ങളെ വിഷമിക്കരുത്, അല്ലാഹു സഹായിക്കും. ലഖദ് നസറക്കുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ല. തങ്ങൾ എന്തിന് ബേജാറാകണം? ബദറിൽ വെച്ച് തുണച്ചില്ലേ? ബദറുൽ കമാലായ തങ്ങളെ കൈവിട്ടില്ലല്ലോ. അതുകൊണ്ട് തങ്ങൾ ബേജാറാകേണ്ടതില്ല. എത്ര മനോഹരമായിട്ടാണ് ഖുർആൻ തങ്ങളോട് സംസാരിക്കുന്നത്. അതല്ലേ നമ്മൾ വായിക്കുന്നത്. ആ കാരുണ്യത്തിന്റെ ശീതളച്ചായയിലല്ലേ ഇസ്ലാമിന്റെ ആളുകൾ അഭിമാനപൂർവ്വം ജീവിക്കുന്നത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തായി നമ്മളൊന്ന് വായിക്കുമ്പോൾ മാഷാ അല്ലാഹ്, ആ മഹാനരായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തന ലോകത്ത് ഇമാം ബൂസീരി തങ്ങൾ ആശ്ചര്യത്തോടെ നിൽക്കുകയാണ്. അറിയുമോ, ഈ ലോകത്തുള്ള എല്ലാ മേഖലകളിലും മുത്തുനബി തങ്ങളുടെ മുഅ്ജിസത്തുണ്ട്. ഓരോരോ ഉദാഹരണങ്ങൾ പറഞ്ഞാൽ മഹാനരായ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ നിന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു കാര്യത്തിലേക്ക് ഞാൻ വേഗമങ്ങ് പറഞ്ഞു പോകാം. അബൂ ഹനീഫ ഇമാം തങ്ങൾ അവിടുത്തെ ഖസീദത്തുൻ നുഅ്മാനിയിൽ പറഞ്ഞത് എങ്ങനെയാണ്? ലക മുഅ്ജിസാത്തുൻ അഅജസത് കുല്ലൽ വറാ. അതേ, ഹബീബായ തങ്ങൾ ഒരു ഭാഗത്ത് നേതാവാണ്. അനുയായികളുടെ മുഴുവനും ദാഹം ശമിപ്പിച്ചിട്ട് ദാപാനപാത്രം വാങ്ങിയ മാതൃകയുടെ നേതാവിനെ ഇവിടെ വായിക്കാനുണ്ട്. മുഅ്ജിസത്ത് കൊണ്ട് അനുയായികൾക്ക് ശമനം നൽകിയത് ഇവിടെ വായിക്കാനുണ്ട്. പള്ളിമുറ്റത്ത് വേദനിച്ച് കിടക്കുന്ന ഒരു പൗരന്റെ വേദനയിലേക്ക് കടന്നു ചെന്നത് ഇവിടെ വായിക്കാനുണ്ട്. ഹബീബായ തങ്ങളുടെ ജീവിതത്തിന്റെ അധ്യായങ്ങൾ ഓരോന്നും 1000 ഉപദേശങ്ങളാണ്. ഇതെല്ലാം നിറച്ചുവെച്ച മുഅ്ജിസത്തിന്റെ കേദാരമേ അല്ലാഹുവിന്റെ കലാമാകുന്ന ഖുർആൻ. ആ ഖുർആനിനെ നോക്കിയാൽ റദ്ദത് ബലാഗതുഹാ ദഅവാ മുആരിളിഹാ
റദ്ദൽ ഗയൂരി യദൽ ജാനിയനിൽ ഹുറമീ. ഖുർആനിന്റെ ആശ്ചര്യമുള്ള ഭാഷ, ആ ഭാഷ പഠിക്കാൻ ലോകത്തെത്ര ഗ്രന്ഥങ്ങളാണ്, വ്യാഖ്യാനങ്ങൾ എത്ര കോടികളാണ്. ഇതെല്ലാം ഉണ്ടായിരിക്കെ നമുക്ക് ഖുർആനിന്റെ മുറ്റത്തേക്ക് വരാം. അതെന്റെ പൊന്നാര മുത്തുനബിക്ക് അല്ലാഹു കൊടുത്ത സമ്മാനമാണ് ഖുർആൻ. ഓരോ കൊല്ലവും വിചാരിക്കും ഇക്കൊല്ലം വെറുതെ അങ്ങ് തീർക്കണം, അടുത്ത കൊല്ലം നമുക്ക് അടുത്ത ഒരു ലോകത്തേക്ക് സ്നേഹപ്രപഞ്ചം കൊണ്ടുപോകണം. പക്ഷേ എന്തു ചെയ്യാൻ, ബുസീരി ഇമാം കാലത്തെ ചവിട്ടി മെതിച്ച് കാൽ ചുവട്ടിൽ മെരുക്കി വെച്ചിട്ടാണല്ലോ പ്രണയപാത്രത്തെ പറയാൻ തുടങ്ങിയത്. പിന്നെ കാലത്തിനെങ്ങനെയാണ് ബുസീരി ഇമാമിനെ മറികടക്കാനാവുക, അവിടുത്തെ പ്രകീർത്തനങ്ങളെ തോൽപ്പിക്കാനാവുക? ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളെയും മുൻകാല പ്രവാചകന്മാരെയും ഒന്ന് ചേർത്ത് വായിക്കാൻ ഒരുങ്ങിയാൽ കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ജലസ്രോതസ്സുകളെ തുറന്ന് പിളർത്തി കൊടുക്കുകയാണ്. സമുദ്രം രണ്ടാക്കി പിളർന്നു കൊടുക്കുന്നു കടന്നു പോകാൻ. മഹാനായ മൂസ അലൈഹിസ്സലാം കടന്നു പോകുന്നു. എന്നാൽ അതിനെ ആശ്ചര്യമായി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഖ്തറബത്തിസ്സാഅതു വൻശഖൽ ഖമർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ചന്ദ്രനെ രണ്ട് പിളർപ്പാക്കി നൽകുകയാണ്. ചന്ദ്രനെ രണ്ട് പിളർപ്പാക്കി നൽകുകയാണ്. ഇതിലേതാണ് ഏറ്റവും കൂടുതൽ ആശ്ചര്യം? സാധാരണയിൽ ജലസ്രോതസ്സുകൾ മാറിയൊഴുകാം, ഇടയിലൂടെ ചെറിയ തുരുത്തുകൾ ഉണ്ടാകാം. അതേ സമയത്ത് ഏറെ ആശ്ചര്യമായി കാണാനാകുന്നത് അഖ്സംതു ബിൽ ഖമരിൽ മുൻശഖിൻ ലഹു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആംഗ്യമൊന്ന് കണ്ടപ്പോഴേക്ക് ചന്ദ്രൻ രണ്ട് പിളർപ്പായി മാറിക്കൊടുക്കുകയാണ്. ആ ഉദാഹരണം നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചത് ഖുർആനാണ്. കഴിഞ്ഞ സ്നേഹപ്രപഞ്ച പരമ്പരയിൽ നമ്മളത് വിശദീകരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. ചന്ദ്രൻ പിളർന്ന സംഭവം, ആ സമയത്ത് ലോകത്തുള്ള ക്ലോക്കുകളും ജനാവസ്ഥകളും എല്ലാം വെച്ചുകൊണ്ടുള്ള വിശദ പഠനങ്ങൾ സീറയുടെ പണ്ഡിതന്മാര് നടത്തിയിട്ടുണ്ട്. ബിബ്ലിക്കൽ റഫറൻസുകളിൽ യെശയ്യാവിന്റെ സുവിശേഷത്തിൽ സൂര്യനും ചന്ദ്രനും എല്ലാം വെയിറ്റ് ചെയ്ത സന്ദർഭങ്ങൾ ക്രൈസ്തവ ലോകം വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചന്ദ്രനെ രണ്ട് പിളർപ്പാക്കി നൽകുകയാണ്. ഹാജരുള്ള ആളുകളോട് പറഞ്ഞു, ഇഷ്ഹദൂ, നിങ്ങൾ സാക്ഷിയായിക്കോളൂ, കണ്ടോളൂ, ഈ രണ്ട് പർവ്വത മുഖങ്ങളിലേക്ക് ചന്ദ്രന്റെ രണ്ട് പിളർപ്പുകൾ നീങ്ങി നിൽക്കുന്നത് കാണുന്നില്ലേ? ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തതാണ്. മൂസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല കൊടുത്ത സുപ്രധാനമായ ഒരു മുഅ്ജിസത്താണ് കലീമുല്ലാഹ്. അല്ലാഹുവിന്റെ കലീമായ മൂസാ അലൈഹിസ്സലാം. എന്നാൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വാനലോകത്തെ അത്യുന്നതങ്ങളിലേക്ക് ക്ഷണിക്കുകയാണ്. അത്യുന്നതങ്ങളിലേക്ക് ക്ഷണിച്ചു. മൂസാ അലൈഹിസ്സലാമിനെ ഭൂമിയിൽ നിന്ന് അല്ലാഹുവിന്റെ കലാമ തിരുവചനം കേൾക്കാൻ അവസരം ഒരുക്കി കൊടുക്കുമ്പോൾ അത് വരുമ്പോഴേക്ക് തന്നെ തജല്ലിയിലേക്ക് അല്ലാഹുവിനെ കാണാനുള്ള ആഗ്രഹത്തിൽ നിന്ന് അല്ലാഹുവിന്റെ തജല്ലിയിലേക്ക് അടുക്കുമ്പോഴേക്ക് ഫഖറ മൂസാ സൈഖാ, മൂസാ നബി അലൈഹിസ്സലാം വീഴുകയാണ്. മൂസാ അലൈഹിസ്സലാം മറിഞ്ഞു വീണു, തബ്ദരായി വീണു. എന്നാൽ എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ അറിയണേ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വാനലോകത്തിന്റെ ഉന്നത മണ്ഡലങ്ങളിലേക്ക് സൽക്കാരമൊരുക്കി. വഹുവ ബിൽ ഉഫുഖിൽ അഅലാ, അത്യുന്നത മണ്ഡലങ്ങളിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെത്തി. ثم
فدنا فتدلى فكان قاب قوسين أو أدنى. അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി പ്രത്യേക സംഭാഷണത്തിന്റെ സ്ഥലത്തേക്ക് വിളിക്കുകയാണ്. ആ വിളിക്കുന്ന സമയത്ത് വാനലോകത്തൊരുക്കിയ സ്വീകരണങ്ങളെ നോക്കിയാൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. വിദേശ പ്രതിനിധികൾ നമ്മുടെ രാജ്യത്തേക്ക് വരുമ്പോൾ ഈ രാജ്യത്തെ വേറിട്ട കലകളും അവർക്ക് വരുന്ന അതിഥികൾക്ക് താല്പര്യമുള്ള കലാരൂപങ്ങളും പ്രത്യേക വ്യക്തിത്വ പരിഗണനയോടുകൂടി നൽകാറുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങൾക്ക് ആകാശത്തിന്റെ 7 മണ്ഡലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേക പ്രതിനിധികളെ നിർത്തി. ഇസ്രാഇന്റെ സഞ്ചാരം തൽക്കാലം അവിടെ നിൽക്കട്ടെ, അതിലേക്ക് ഞാൻ പോകുന്നില്ല. മിഅ്റാജിന്റെ